ഗാസയിൽ ഇസ്രയേലിന്റെ ആക്രമണം കടുത്തിരിക്കെ ഗാസയിലേക്ക് സഹായവുമായി എത്തിയ കപ്പലുകൾ തടഞ്ഞ് ഇസ്രയേൽ നാവികസേന. സംഭവത്തിൽ യൂറോപ്പിലെങ്ങും പ്രതിഷേധം ശക്തമാവുകയാണ്. ഗാസയിൽ ഇസ്രയേലിന്റെ ആക്രമണം കടുക്കുന്ന സാഹചര്യത്തിലും ഗാസയിലേക്ക് സഹായവുമായി എത്തിയ കപ്പലുകൾ തടഞ്ഞ് ഇസ്രയേൽ നാവികസേന. സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തകയായ ഗ്രെറ്റ തൻബർഗ് ഉൾപ്പെടെയുള്ളവരെ കസ്റ്റഡിയിലെടുത്തതായാണ് വിവരം. സംഭവത്തിൽ യൂറോപ്പിലെങ്ങും പ്രതിഷേധവും ശക്തമാവുകയാണ്. ഗ്രീസ്, ഇറ്റലി, ബെൽജിയം എന്നിവിടങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങളുമുണ്ടായി. അടുത്തിടെ ഖത്തറിനുമേൽ നടക്കുന്ന ആക്രമണങ്ങളെ അമേരിക്കയ്ക്കെതിരായ സുരക്ഷാ ഭീഷണി കൂടിയായി കണക്കാക്കുന്ന ഉത്തരവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഒപ്പുവെച്ചു. ഗാസയിൽ നെറ്റ്സറിയും ഇടനാഴി പിടിച്ചെടുത്തെന്നാണ് ഇസ്രയേലിന്റെ പ്രഖ്യാപനം. ഈ നടപടിയിലൂടെ ഗാസയെ രണ്ടായി വിഭജിക്കുന്ന തരത്തിൽ സൈനിക നിയന്ത്രണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രയേല്. ഗാസ സിറ്റിയെ പൂർണ്ണമായി വളഞ്ഞതായി ഇസ്രയേൽ പ്രതിരോധ മന്ത്രിയും അവകാശപ്പെടുന്നുണ്ട്. ഗാസ സിറ്റിയിൽ അവശേഷിക്കുന്ന ജനങ്ങൾ ഉടൻ സ്ഥലം വിടണമെന്നാണ് മന്ത്രി മുന്നറിയിപ്പ് നൽകിയത്. ഇല്ലെങ്കിൽ അവരെ തീവ്രവാദികളോ അവരെ പിന്തുണയ്ക്കുന്നവരോ ആയി കണക്കാക്കപ്പെടുമെന്നും ഇസ്രയേൽ വ്യക്തമാക്കി. ഈ കടുത്ത നിലപാട് പ്രദേശത്തെ സംഘർഷം കൂടുതൽ രൂക്ഷമാക്കിയിരിക്കുകയാണ്. സമാധാന ചർച്ചകൾക്കിടയിലും ഇസ്രയേൽ ഗാസയിൽ ആക്രമണങ്ങൾ തുടരുകയാണ്. നെറ്റ്സറിം ഇടനാഴിയുടെ നിയന്ത്രണം ഏറ്റെടുത്തതോടെ ഗാസയിലെ ജനങ്ങൾക്ക് നഗരം വിടാനുള്ള അവസാന അവസരമാണ് നൽകുന്നതെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ആവർത്തിക്കുന്നുണ്ട്. ഇസ്രയേലിന്റെ ഈ നടപടികൾ പ്രദേശത്തെ മാനുഷിക പ്രതിസന്ധി കൂടുതൽ വഷളാക്കുമെന്ന ആശങ്കയും ഉയർത്തിയിട്ടുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന നിർദ്ദേശങ്ങൾക്കിടെയാണ് ഇസ്രയേലിന്റെ ശക്തമായ നീക്കമെന്നതും ശ്രദ്ധേയമാണ്. അതേസമയം ട്രംപിന്റെ സമാധാന നിർദ്ദേശങ്ങളോട് ഹമാസ് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.